ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും തസ്നി വ്ളോഗിലോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ ഐറമോളിന് എന്താ പരിപാടി? അതെ, അപ്പം ഇന്ന് എൻ്റെ ഐറമോളുടെ അംഗൻവാടിയിൽ നോമ്പ് തുറ കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ഏറ്റവും ലാസ്റ്റ് ഇഫ്താർ പരിപാടിയാണ്. നമുക്ക് പോയാലോ? അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട് അംഗൻവാടിക്ക്. അപ്പോൾ കുട്ടികളും ഞാനും ഐറമോളോട് പോണ്. എല്ലാ കുട്ടികളും ഉണ്ടാവും, അവരുടെ പേരൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വേഗം ഫ്രഷായി 5:45 വീട്ടിലേക്ക് എത്തിയപ്പോട്ടോ. വന്നിട്ട് ഞാൻ വേഗം ഫ്രഷായി. ഇപ്പോൾ ഒരു 6:15 കേൾക്കണം. ഞങ്ങൾ പോവാട്ടോ. ചാട്ടെടുക്കുക, നടക്കുക, അങ്ങോട്ട് നോക്ക്. അപ്പോൾ അതെ ഞങ്ങൾ പോവാട്ടോ. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. ഞാനും ഐറമോളും പാടെ നടന്ന് പോവാട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്ന് പോവാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അംഗൻവാടിക്ക്. ഒരു 4-5 മിനിറ്റ് നടക്കാനുണ്ട്. നിങ്ങളെടുക്കുന്ന കരയാറുണ്ടോ? അതെ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വേഗം സമയമുണ്ട് അല്ലേ, വാങ്ങിക്കൊടുക്കാൻ ഇനിയും ടൈമുണ്ട്. ഐറമോൾക്ക് എന്താ ഇൻട്രസ്റ്റ് വെച്ചിട്ടാ പോവാൻ. അംഗൻവാടിക്ക് പോവാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ ഇതേ ഞങ്ങളിത് ഐറമോളുടെ അംഗൻവാടി അടുക്ക് എത്തിയിട്ടോ. ഈ കാണുന്നതാണ് ഐറമോളുടെ അംഗൻവാടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ഒരു 2-3-4 മിനിറ്റ് ഉണ്ട് അംഗൻവാടിക്ക് നടക്കാൻ. അപ്പോൾ അതേ അംഗൻവാടിയിൽ എത്തിയിട്ടോ. അങ്ങനെ അതേ അംഗൻവാടിയിൽ എത്തിയപാട് കുട്ടികളൊക്കെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതേ ഞങ്ങളിത് ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റ് ആയിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ എല്ലാ കാര്യവും അവിടെ സെറ്റായിരുന്നു കേട്ടോ. ഇതേ ഇങ്ങനെ ഫ്രൂട്ട്സും പൊരിക്കടിയായിട്ടുകളൊക്കെ കൊടുന്ന് വെക്കുമായിരുന്നു. അടുത്ത പിന്നെ 6:20 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടത് ഓരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്യാണ്. ഫ്രൂട്ട്സും പൊരിക്കടികളൊക്കെ ഇങ്ങനെ കൊടുന്ന് വെക്കുക കേട്ടോ. ഞങ്ങളിത് ഇവിടെ ഇങ്ങനെ ഹാളിൽ പായിട്ടിട്ട് നിലത്താണ് ഇരുന്നിരുന്ന്. അങ്ങനെ ഇത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടോ. ഒരു പാത്രം ഫ്രൂട്ട്സ്, പിന്നെ ഒരു പാത്രം പൊരിക്കടി, അങ്ങനെ ആയിട്ടാണ് വെച്ചിരുന്നത്. ഞങ്ങളിത് അംഗൻവാടിയിൽ ടോട്ടലൊരു 13 കുട്ടികളും അവരുടെ പാരൻസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അംഗൻവാടിത്തെ കുട്ടികളും പാരൻസ് മാത്രം. അങ്ങനെ ഇത് ഒക്കെ സെറ്റാക്കി വെച്ചു. കൊടുക്കാൻ ഏകദേശം ടൈമായിട്ടോ. അപ്പോൾ ഞങ്ങളിത് കുട്ടികളും ഉമ്മമാരൊക്കെ ഇത് ഹാളിൽ തന്നെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഫ്രണ്ട്സുകളായിട്ടും ഫാമിലിയായിട്ടൊക്കെ നോമ്പറക്കുന്ന ഒരു വേറൊരു അനുഭവമായിരുന്നു. നമ്മളെ കുട്ടികളുടെ കൂടെ നോമ്പറക്കുമ്പോൾ ചെറിയ ചെറിയ മക്കളുടെ കൂടെ ഇരുന്ന് നോമ്പറക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനത്തെ ഞങ്ങളിത് എല്ലാവരും ഈ ഹാളിൽ ഇരുന്നു. അങ്ങനത്തെ വാങ്ങിക്കൊടുത്ത് എല്ലാവരും നോമ്പ് തുറക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ ഇരുന്നിട്ട് നോമ്പ് തുറക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പ്രാവശ്യത്ത് എന്തായാലും എല്ലാവരും ലാസ്റ്റ് നോമ്പ് തുറവും കേട്ടോ. അങ്ങനെ നോമ്പ് തുറന്നതിന് ശേഷം ഒന്ന് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയേക്കണം. അതൊക്കെ കഴുകിയേക്കാന്ന് ഞങ്ങൾ പാരൻസാണ്. ഫ്രൂട്ട്സും ഈത്തപ്പഴമൊക്കെ ബാക്കിയുള്ളതൊക്കെ പൊരിക്കടിക്ക് ലേശം ബാക്കി നടന്നു. അതൊക്കെ ഞങ്ങളിത് ഒരു പാത്രത്തിലാക്കി മാറ്റി. അപ്പോൾ അത് ബിരിയാണി ഇങ്ങനെ ഒന്ന് ഫുള്ള് ഉമ്മാർക്കും പിന്നെ ഒരു ബിരിയാണിയുടെ പകുതി കുട്ടികൾക്കും അങ്ങനെ ആക്കിയിട്ടാണ് ചോറ് പാർസലുണ്ടായിരുന്നത്. അവിടുന്ന് കഴിച്ചിട്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോരാ ചെയ്തിരുന്നത്. ഞങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം ഫ്രൂട്ട്സും പൊരിക്കടിയും ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോരാട്ടം ചെയ്യണേ. അങ്ങനെ ഇപ്പം ഇനി 2 ദിവസം ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ളൂ, അംഗൻവാടി ഉള്ളൂ. അപ്പോൾ അതെല്ലാവരും യാത്ര പറഞ്ഞാൽ വരിക കേട്ടോ. ഞങ്ങൾ നടന്ന് പോകാട്ടോ വീട്ടിലിട്ട്. ഇതൊരു കുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഐറമോളുടെ കൂടെയുള്ള ഫോണില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ടോർച്ചെടുത്ത് ഇവിടെ എത്തി. പിന്നെ പോസിറ്റീവ് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഈ രാത്രി ഇഷമോളെ വീട്ടിൽ പോവേ? നമുക്ക് വീട്ടിൽ പോകണ്ടേ? ഇഷമോളെ വീട് നമ്മളെ വീട് കഴിഞ്ഞിട്ടല്ലേ? എടുത്തൊന്നല്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്താനായിട്ടോ. വേറെ വായോ എന്നാ. അംഗൻവാടിയിൽ നിന്ന് നോമ്പ് തുറന്ന് പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സും പൊരിക്കടിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളത് ചോറ് വീട്ടിലിട്ട് തരാട്ട ചെയ്തിരിക്കണം. വീട്ടിൽ പോയി കഴിക്കാൻ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ കുട്ടികളും ഉമ്മമാരും മാത്രമായതുകൊണ്ട് ഓരോരുത്തരുടെ വീട് പല പല ഭാഗത്താണ്. അപ്പോൾ പിന്നെ രാത്രി ആണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ലേറ്റ് ആവും എന്നുള്ളതുകൊണ്ട് ഞങ്ങളങ്ങനെ ഞങ്ങളെ വീട്ടിലെത്തിട്ടോ.
ഇതാണ് ഞങ്ങളെ വീട്. ഞങ്ങളെ വീട്ടിലെത്തി.